മലയാളികൾക്ക് സുപരിചിതയായ നടിയാണ് മാലാ പാർവതി. ന്യൂജൻ അമ്മ വേഷങ്ങളിലൂടെയാണ് മാലാ പാർവതി ശ്രദ്ധ നേടുന്നത്. പിന്നീട് നെഗറ്റീവ് കഥാപാത്രങ്ങളടക്കം അഭിനയിച്ച് കയ്യടി നേടാൻ മാലാ പാർവതിക്ക് സാധിച്ചു. അഭിനേത്രി എന്നതിനു പുറമെ സാമൂഹിക പ്രവർത്തകയായി മാലാ പാർവതി സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. തന്റെ നിലപാടുകളും അഭിപ്രായങ്ങളും തുറന്നു പറയുന്നതിലും താരം മടിച്ചു നിൽക്കാറില്ല. ഇപ്പോഴിതാ തനിക്ക് സിനിമയിൽ നിന്നുണ്ടായ മോശം അനുഭവം പങ്കുവെക്കുകയാണ് മാലാ പാർവതി. ഒരു അഭിമുഖത്തിലാണ് താരം മനസ്സ് തുറന്നത്. കാസ്റ്റിംഗ് കൗച്ച് അനുഭവം നേരിടേണ്ടി വന്നിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു താരം. മലയാളത്തിൽ നിന്നും തനിക്ക് അത്തരത്തിലൊരു അനുഭവം ഉണ്ടായിട്ടില്ലെന്നാണ് മാലാ പാർവതി പറയുന്നത്. അതേസമയം തമിഴിൽ നിന്നും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും താരം വെളിപ്പെടുത്തി. ഒരു തമിഴ് നടനായിരുന്നു താരത്തോട് മോശമായി പെരുമാറിയത്. ഈ സംഭവത്തിന് ശേഷം തന്റെ ഭർത്താവ് നൽകിയ പിന്തുണയെക്കുറിച്ചും താരം സംസാരിക്കുന്നുണ്ട്. ഞാൻ വേറൊരു ഇമേജ് ഉള്ള ഒരാളായിരുന്നല്ലോ. ടെലിവിഷനിൽ അവതാരകയായിരുന്നു. കുറച്ചുകൂടി പ്രായമായിട്ടാണ് ഞാൻ സിനിമയിലേക്ക് വന്നത്. മലയാളികളുടെ അടുത്തു നിന്ന് എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഒരു തമിഴ് നടൻ എൻ്റെ ഓപ്പോസിറ്റ് അഭിനയിക്കാൻ വന്നപ്പോൾ കുറച്ച് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതെനിക്ക് വിഷമം ഉണ്ടാക്കിയെന്നാണ് മാലാ പാർവതി പറയുന്നത്. തുടർന്ന് സംഭവം വീട്ടിൽ പറഞ്ഞപ്പോൾ നിന്റെ അടുത്ത് സിനിമയിൽ പോകാൻ ആരും പറഞ്ഞില്ലല്ലോ, എന്തായാലും സിനിമയിലേക്ക് വന്നു, ഇനി തോറ്റ് പിന്മാറരുത് എന്നായിരുന്നു ഭർത്താവ് സതീഷ് പറഞ്ഞതെന്നാണ് മാലാ പാർവതി പറഞ്ഞത്. അയാളുടെ മനസ്സിൽ ഇത്രയും വൃത്തികേടുകളുണ്ട്, അയാൾക്ക് മര്യാദയ്ക്ക് പെരുമാറാൻ പറ്റില്ലെന്ന് വെച്ച് നമ്മൾ വീട്ടിലിരിക്കേണ്ട ആൾക്കാരല്ലല്ലോ എന്നാണ് ഭർത്താവ് ചോദിച്ചത്. അതേസമയം അഭിനയം എന്നല്ല ഒരു മേഖലയും സേഫ് പ്രൊഫഷനായിട്ട് കാണുന്നില്ലെന്നാണ് മാലാ പാർവതി അഭിപ്രായപ്പെടുന്നത്. എല്ലാ മേഖലയിലും ബേസിക്കായിട്ട് മനുഷ്യന്റെ മനസ്സ് അങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് സിനിമ എന്നുള്ളതല്ല, എല്ലാ മനുഷ്യന്റെ മനസ്സും അങ്ങനെയാണെന്നും താരം പറയുന്നു. സ്വാർത്ഥതയാണ് മനുഷ്യ മനസ്സിന്റെ കോർ എന്ന് പറയുന്നത്. എല്ലാം എനിക്ക് കിട്ടണം എന്നുള്ളതാണ് മനുഷ്യന്റെ മനസ്സ് എന്നും മാലാ പാർവതി പറയുന്നു. ആണിന്റെയും പെണ്ണിന്റെയും മനസ്സ് അങ്ങനെ തന്നെയാണെന്നും താരം അഭിപ്രായപ്പെടുന്നുണ്ട്. ഒരു പെണ്ണ് കുറ്റം ചെയ്യുമ്പോൾ അയ്യോ പെണ്ണുങ്ങൾ ഇങ്ങനെ ചെയ്യുമോ എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെയൊന്നുമല്ല, എല്ലാവരും ഒരുപോലെ തന്നെയാണ്. കുട്ടികൾ ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ എല്ലാം സേഫ് ആയിരിക്കും എന്ന് കരുതി വരരുതെന്നും മാലാ പറയുന്നു. അതേസമയം എപ്പോഴും ജാഗ്രത വേണമെന്നും താരം വ്യക്തമാക്കി. ഏത് നിമിഷവും നമ്മൾ വിശ്വസിക്കുന്ന ഒരാളുടെ അടുത്ത് നിന്ന് പോലും ഇങ്ങനെ ഒരു ആക്ട് വരാം. അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന ബോഡി ലാംഗ്വേജ് ആയാലും നമ്മൾ പറയുന്ന വർത്തമാനങ്ങളും വളരെ ശ്രദ്ധയോടെ തന്നെ ചെയ്യണം. സ്ത്രീകളെ പ്രത്യേകിച്ച് കുട്ടികളെ ഉപദ്രവിക്കരുത്. അത് എല്ലാ കാലത്തും അവരുടെ മനസ്സിൽ ഒരു ട്രോമയായി നിലനിൽക്കുമെന്നും താരം പറയുന്നു. സ്ത്രീകളെ ഇങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചല്ല വളർത്തുന്നത്. ഇങ്ങനെ ഒരാൾ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. ഒരു 6 വയസ്സുള്ള ഒരു കുഞ്ഞ് മുറ്റത്തിറങ്ങി കളിക്കുമ്പോൾ അവളെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വരുമോ എന്ന് അവളെ ആരും പഠിപ്പിച്ചിട്ടില്ല എന്നും മാലാ പാർവതി ചൂണ്ടിക്കാണിക്കുന്നു. അതിനാൽ പെട്ടെന്നൊരു ബാഡ് ടച്ച് വരുമ്പോൾ അവളുടെ മനസ്സിൽ അത് ലൈഫ് ലോങ് ട്രോമയായി പോകുമെന്നാണ് താരം പറഞ്ഞത്. ഒന്നുകിൽ നമ്മൾ പഠിപ്പിക്കുക നമ്മുടെ കുട്ടികളെ ഇങ്ങനെയൊക്കെ അറ്റാക്ക് വരുമെന്ന്. വണ്ടി വന്നാൽ ഇടിക്കുമെന്ന് പറയാത്തവരില്ലല്ലോ. അതേപോലെ മനുഷ്യരാണ്, ചിലർ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞു തന്നെ വളർത്തണമെന്നും താരം പറയുന്നു. അല്ലാതെ അതിന്റെ പേരിൽ പെൺകുട്ടികളെ വീട്ടിലിട്ട് പൂട്ടുകയല്ല ചെയ്യേണ്ടതെന്നാണ് മാലാ പാർവതി പറഞ്ഞത്.